നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിരാവിലെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിന്റെ ഗുണത്തെക്കുറിച്ചും അതോടൊപ്പം ബ്രഹ്മമുഹൂർത്തത്തിന്റെ ആർക്കും അറിയാത്ത ആ ഒരു രഹസ്യത്തെക്കുറിച്ചു കൂടിയാണ്. പലപ്പോഴായിട്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിലൂടെ തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ ഒരു ബ്രഹ്മമുഹൂർത്തവും അതുപോലെ തന്നെ ബ്രഹ്മദേവനും അല്ലെങ്കിൽ ബ്രഹ്മാവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതേക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ദിവസം നമ്മൾ നമ്മുടെ ജോലികളും കർത്തവ്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഗാഠമായിട്ടുള്ള ഒരു നിദ്രയിലേക്ക് പോകും, അല്ലെ? ആ ഗാഠമായിട്ടുള്ള നിദ്ര എന്ന് പറയുന്നത് ഒരു തരത്തില് ഒരു മരണാവസ്ഥയാണ്. പിറ്റേന്ന് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് ഒരു തരത്തിലുള്ള പുനർജന്മം തന്നെയല്ലേ? ഹൈന്ദവ പുരാണങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് സൃഷ്ടികർമ്മം നടത്തുന്നത് ആരാണ്? ത്രിമൂർത്തികളിൽ ബ്രഹ്മാവാണല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യരും പ്രകൃതിയിലെ മറ്റു ചരാചരങ്ങളും നിദ്രാലസ്യം വിട്ടുണരുന്ന അതികാല മുഹൂർത്തത്തെ ബ്രഹ്മമുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ ആ ഒരു ബ്രഹ്മമുഹൂർത്തവും ബ്രഹ്മാവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്തം എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം 30 മുഹൂർത്തങ്ങൾ വരുന്നുണ്ട്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുള്ള ഒരു സമയക്രമമാണ്. ഒരു ദിവസം 30 മുഹൂർത്തങ്ങൾ വരുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ് ആണ്. അതായത് ഒരു മുഹൂർത്ത നേരം എന്ന് പറയുന്നത് 48 മിനിറ്റ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് എന്തിനാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ദിവസത്തെയും സൂര്യോദയം എന്ന് പറയുന്നത് 5-നും 6-നും ഇടയ്ക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തം കണക്കാക്കുന്നതിന് ഒരു ദിവസത്തെ ഉദയസമയം കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറയുന്നതിനായിട്ട്, ഒരു ദിവസം 5:55 സൂര്യോദയം നടന്നത് എന്നിരിക്കട്ടെ. ഇതിൽ നിന്നും 96 എന്ന കോമൺ സംഖ്യ നിങ്ങൾ കുറയ്ക്കുക. 96 എന്നുള്ളത് 96 മിനിറ്റ് ആണ് കേട്ടോ. അതായത് 1 മണിക്കൂർ 36 മിനിറ്റ് ആണ് ഈ 96 എന്നുള്ള ആ ഒരു കോമൺ സംഖ്യ. ഇപ്പൊ നമുക്ക് 5:19 എന്ന് കിട്ടിയല്ലേ? ഇങ്ങനെ സൂര്യോദയത്തിൽ നിന്ന് നമ്മൾ 96 മിനിറ്റ് കുറച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യ ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുന്ന ആ ഒരു സമയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഖ്യയാണ്. ഇവിടെ 5:19 എന്ന് കിട്ടിയത് എന്താണ്? 5:19 അന്ന് ബ്രഹ്മമുഹൂർത്തം അവസാനിച്ചത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ് ആണ് എന്ന്, അല്ലെ? ഇവിടെ നമുക്ക് ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുന്ന ആ ഒരു സമയം കിട്ടി. ആ ഒരു സമയത്തോടൊപ്പം 48 മിനിറ്റ് മുന്നേയുള്ള സമയം നോക്കിയാൽ നമുക്ക് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്ന സമയം കിട്ടും. അതായത് 4:31 എന്ന് കിട്ടും, അല്ലെ? അപ്പോൾ 4:31 മുതൽ 5:19 വരെയാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിന്റെ 48 മിനിറ്റ് ഉഷകാലം എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രങ്ങളിൽ ഉഷപൂജയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രഭാതത്തിൽ നടത്തുന്ന ഒരു പൂജയാണ് ഉഷപൂജ എന്ന് പറയുന്നത്. ഈ ഒരു 48 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തില് പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ഉണർന്നിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ മനുഷ്യർ മാത്രമാണ് ഇതിനൊരു മാറ്റം കാണിക്കുന്നത്. പകല് വിരിയുന്ന ഒരുവിധം എല്ലാ പുഷ്പങ്ങളും നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നുണ്ടാവും, അല്ലെ? ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ഒരു 48 മിനിറ്റിനുള്ളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കൈവരുന്നത് എന്നതിനെ കുറിച്ചാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന ഗുണങ്ങളെ പറ്റി നമുക്ക് 2 രീതിയിൽ വേർതിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്, അല്ലെ? ഈ ഗ്രന്ഥികളുടെ ഒക്കെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഊർജദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഗ്രന്ഥികളിൽ തന്നെ നെടുനായകത്വം വഹിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയുടെ പേര് പീനിയൽ ഗ്രന്ഥി എന്നാണ്. ഉണർന്നിരിക്കുവാനും ഉറങ്ങുവാനും നമ്മെ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഈ ഒരു പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലാൻഡ് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് മെലാട്ടോണിനും രണ്ടാമത്തേത് സെറാട്ടോണിനുമാണ്.
നമ്മുടെ കണ്ണുകൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മെലാറ്റോണിൻ ബ്ലഡിൽ കലരുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. നമ്മുടെ കണ്ണുകളിൽ പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം ലഭിക്കാതിരിക്കുമ്പോൾ തലച്ചോറ് പീനിയൽ ഗ്ലാൻഡിന് ഒരു നിർദ്ദേശം കൊടുക്കും. എന്താണ് ആ നിർദ്ദേശം? മെലാറ്റോണിൻ ഉത്പാദിപ്പിക്കാം. മെലാറ്റോണിൻ രക്തത്തിൽ കലരുമ്പോഴാണ് നമ്മൾ ഗാഢനിദ്രയിൽ വഴുതി വീഴുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു ഹോർമോണാണ് ഈ ഒരു മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല, ക്യാൻസർ സെല്ലുകളെ പ്രതിരോധിക്കാനും അതിനെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഈ ഒരു മെലാറ്റോണിനുണ്ട്. ഈ ഒരു മെലാറ്റോണിൻ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രി നമ്മൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോഴാണ്. സൂര്യോദയത്തിന് ശേഷം ഈ ഒരു സൂര്യപ്രകാശം കടന്നു വരുന്നതിന്റെ ആ ഒരു തീവ്രതയ്ക്കനുസരിച്ച് ശരീരത്തില് ഈ മെലാറ്റോണിൻ എന്ന ഊർജ്ജദ്രവ്യം അല്ലെങ്കിൽ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് പൂർണ്ണമായിട്ട് നിലയ്ക്കും. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് സംഭവിക്കുമ്പോൾ ശരീരത്തിന് ഇതിനെ കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കുവാനോ ശരീരത്തിന്റെ കേടുവന്ന കലകളെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനോ സാധിക്കില്ല. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞതിന്റെ ആ ഒരു റീസൺ എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം എന്ന സമയം അന്തരീക്ഷം ശാന്തവും തണുത്തതുമായിരിക്കുന്ന ഒരു സമയമാണ്. വാഹനങ്ങളുടെ തിരക്കോ വീടുകളിൽ നിന്ന് പുകയുന്ന പുകയോ ഒന്നുമില്ലാതെ തികച്ചും ശാന്തമായിട്ടുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വായു ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ശുദ്ധമായിട്ടുള്ള ഈ ഒരു ഓക്സിജൻ, ഈ ഒരു വായു നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഓക്സിജന്റെ പവർ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ലഭിക്കും എന്നുള്ളതാണ്. ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം, എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു സമയം വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ എന്ന്. നമ്മുടെ ഗ്രഹത്തിൽ അടച്ചിട്ട മുറിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വായു തന്നെ ആയിരിക്കും. അത് നമുക്ക് അറിയാമല്ലോ. റൂമിൽ അംഗങ്ങൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അത് വളരെ ഉയർന്ന നിലയിലായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേറ്റ് ആ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞ വായു നമ്മൾ ശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുവിധം ബ്രീത്തിങ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ, സ്ട്രെസ്, ഡയബറ്റിക്സ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതികാലത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതോടെ 2 ഗുണങ്ങൾ ലഭിക്കുമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ആ ഒരു മാറ്റം എന്താണ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമ്മുടെ സമ്പത്തിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സമ്പത്ത് ഉയരും, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ് അല്ലേ? ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് 48 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഉറങ്ങിയാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. മറിച്ച് നമ്മുടെ കടമയും നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ജോലികളും നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം. നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലെ? ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്നതിനുള്ള ശക്തി നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിനുണ്ട് എന്നുള്ളതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ആ ഒരു പുലർകാലയുള്ള കുളിർമയുള്ള വായു ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് വലിയ അളവിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് സംവദിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എന്താകണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കണോ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കണോ, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കണമോ, അല്ലെങ്കിൽ ഒരു പുതിയ വസ്തുക്കൾ വാങ്ങിക്കണമോ, എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ഒരു ആഗ്രഹം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു സമയത്ത് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഓർത്തുകൊണ്ടേയിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് അതേക്കുറിച്ച് സംവദിക്കുകയോ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പൂജാമുറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് പ്രാർത്ഥനാ രൂപത്തിൽ നിങ്ങൾക്ക് ഭഗവാനോട് പറയാം. ഈ ഒരു സമയത്തെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് ഫലിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ പിന്നില് ആ ഒരു മനഃശാസ്ത്രവും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തില് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം കിട്ടുന്ന സമയം കൂടിയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ജീവിതത്തിലെ വിജയിച്ച ആളുകളെല്ലാം തന്നെ കൃത്യമായിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങി രാവിലെ 4നും 5നും ഇടയിൽ എഴുന്നേറ്റ ആളുകളാണ്. മനസ്സ് വളരെയേറെ ശാന്തമായിരിക്കുന്ന ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തില് നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ, ഓർക്കുന്നത് എന്താണോ, അതെല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കി എടുക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.